ഹായ് നമസ്കാരം. നമ്മുടെ വാറങ്കൽ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ രണ്ടാം ഘട്ട വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യഘട്ട വീഡിയോ നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നമ്മൾ വരുന്ന വഴികളൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം ഒരു 10 മിനിറ്റിൽ താഴെയാണ് ചെയ്യുന്നത്. കാരണം ഒരൊറ്റ വീഡിയോസായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുമെന്ന് കരുതിയാണ് ചെറിയ ചെറിയ ലെങ്തായിട്ട് അത് 10 മിനിറ്റിനുള്ളിൽ താഴെ നിൽക്കുന്ന തരത്തിലേക്ക് ചെയ്യുന്നത്. വളരെ മനോഹരമായ സ്ഥലമാണ്. നമുക്ക് ക്ഷേത്രത്തിന് അകത്തേക്ക് വീഡിയോസ് അലൗഡല്ല, പുറമേയൊക്കെ വീഡിയോസ് എടുക്കാം. ഇവിടെയെല്ലാം വളരെ മനോഹരമായി തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം മുമ്പ് പറഞ്ഞിരുന്നു, കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നാണിത്. കാകതീയ രാജാക്കന്മാരുടെ കുലദേവതയായിട്ടാണ് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 8 കൈകളോടുകൂടി ഓരോ കൈകളിലും ഓരോ ആയുധങ്ങൾ ധരിച്ചാണ് ദേവിയുടെ വിഗ്രഹം. വലിയ വിഗ്രഹമാണ്. ചാലൂക്യ രാജവംശത്തിലെ രാജാവായ പുലികേസിൻ വെങ്കി രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ ശേഷം ഇവിടെ ഭദ്രകാളി ദേവിയെ ആരാധിക്കുകയും AD 625-ലാണ് ഒരു ഭദ്രാദേവി ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുകയും ചെയ്തതായിട്ട് പറയപ്പെടുന്നത്. പിന്നീട് കാകതീയ രാജവംശത്തിലെ രാജാവ് രുദ്രദേവൻ ഇപ്പോൾ വാറങ്കൽ എന്നറിയപ്പെടുന്ന തെലുങ്കാനയിലെ വാറങ്കൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പണ്ട് ഉള്ള പേര് ഒരുകല്ലു എന്നായിരുന്നു. ഒരുകല്ലു മുഴുവൻ പാറകൾ കണ്ടില്ലേ, മുഴുവൻ പാറകൾ ആണ് ഏറ്റവും കൂടുതൽ. വാറങ്കലും ഹന്നംകൊണ്ടയ്ക്കും ഇടയിലുള്ള ഒരു കുന്നിൻ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ വഴി നമ്മൾ നേരെ നടന്ന് അങ്ങ് ചെല്ലുമ്പോൾ ഈ ദൂരെ കാണുന്ന പാറ വഴി അങ്ങറ്റം ഒരുപാട് നടക്കാനുണ്ട്. പക്ഷേ ആ വൃത്തി എടുത്തില്ല. ഉടനെ തിരിച്ച് ഇവിടേക്ക് ഒന്ന് വീഡിയോ എടുത്തിട്ട് തിരിച്ച് നമുക്ക് ഒരു പാർക്ക് പോലെയുണ്ട്, അങ്ങോട്ടേക്ക് പ്രവേശിക്കാം. വളരെ മനോഹരമാണ്, നല്ല രസമാണ്. ഇതാണ് പറയാൻ പാർക്ക്. ഇവിടേക്ക് ഒരുപാട് പേര് ഫാമിലിയായിട്ടും ഒക്കെ വന്നിരിക്കാറുണ്ട്. ഒരുപാട് പേര് ഈ ക്ഷേത്രത്തിൽ വരുന്നവരൊക്കെ ഇവിടെ വന്നിരുന്ന്, കാരണം ഇത് ഇടത് സൈഡിൽ വലിയൊരു തടാകമാണ്, ഭദ്രകാളി തടാകമാണ്. ഈ ഗണപതി ദേവ ചക്രവർത്തിയുടെ കാലത്ത് മനോഹരമായൊരു തടാകം നിർമ്മിച്ചെന്നാണ് പറയുന്നത്. ഭദ്രകാളി തടാകം എന്നാണ് തടാകത്തിൻ്റെ പേര്. ഇവിടെയൊക്കെ നല്ല രസമാണ്. ഇവിടെ പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്. ശിവൻ്റെയും മറ്റ് ആരാധനാമൂർത്തികളുടെയൊക്കെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. എനിക്ക് ആ ഭാഗ്യം ലഭിച്ചു ഇവിടെ വന്ന് ദേവിയെ കണ്ട് തൊഴുവാനായിട്ട്. അങ്ങനെ ഇതാണ് പാർക്കിലേക്ക് കടക്കുന്ന വഴിയാണ്. ഗേറ്റ് കഴിഞ്ഞാൽ പാർക്കിലേക്ക് പോകാം. ഞാൻ മുമ്പ് കാണിച്ച ആ പാറ വഴി കറങ്ങിയും ഈ പാർക്കിൻ്റെ എൻഡിൽ വലിയൊരു പാറക്കുന്നുണ്ട്. ആ പാറയുടെ അടുത്തേക്ക് വരാം. പക്ഷേ അതൊരുപാട് വണ്ടിയൊന്നും പോകില്ല, വാഹനമൊന്നും പോകില്ല, നടന്ന് തന്നെ പോകണം. അതുകൊണ്ട് ഞാൻ അത്ര റിസ്ക് എടുക്കാൻ പോയില്ല. ഈ ഇടത് സൈഡിലാണ് നമ്മുടെ ഈ ഭദ്രകാളി തടാകം, വലിയൊരു തടാകമാണ്. ഇപ്പം ഹരിയാനയിലെ ഓൾഡ് ഫരീദാബാദിൽ നിന്ന് തുടങ്ങിയ യാത്ര ട്രെയിനിലൊക്കെ ഭയങ്കര തിരക്ക്, കാരണം ടിക്കറ്റ് കിട്ടുന്നില്ല. തൽക്കാലം ഒരു 3-4 ദിവസം കൊണ്ട് തൽക്കാലം ട്രെയിൻ ടിക്കറ്റിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക, അത് കിട്ടുന്നില്ല. അവസാന ഘട്ടത്തിൽ ഞാൻ തന്നെ ഫരീദാബാദ് സ്റ്റേഷനിലെത്തി വെയിറ്റിംഗ് ലിസ്റ്റിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് യാത്ര ആരംഭിച്ചു. വലിയ തിരക്കായിരുന്നു, കാരണം നമ്മുടെ ഈ അതിഥി തൊഴിലാളികളൊക്കെ നമ്മുടെ ഈ തമിഴ്നാട് കേരളത്തിലേക്ക് ഒരുപാട് പേര് ജോലിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നല്ല തിരക്കുണ്ട്. അങ്ങനെ ഈ രണ്ടാം ദിവസത്തെ യാത്രയിൽ വൈകുന്നേരത്തോടു കൂടി ഈ വാറങ്കൽ സ്റ്റേഷന് മുമ്പായിട്ടൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെ നിന്നൊരു മലയാളി ട്രെയിനിൽ കയറി. പുള്ളിയോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചപ്പം എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു അടുത്ത സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിയാണ് പറയുന്നത് വാറങ്കൽ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ്, നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വാറങ്കൽ നല്ല റെയിൽവേ സ്റ്റേഷൻ, നല്ല സ്ഥലമൊക്കെയാണ്. ഞാൻ അവിടെ ഇറങ്ങിയതിന് ശേഷം പോയി റൂമൊക്കെ എടുത്തു. അതിൻ്റെ വീഡിയോസൊക്കെ മുമ്പിട്ടിരുന്നു. അവിടെ ഇറങ്ങിയപ്പം തന്നെ ഇതൊരു ശിവക്ഷേത്രമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഉണ്ട്. ഇതാണ് ഈ വന്ന പാർക്കിൻ്റെ എൻ്റെ ഭാഗം, അവസാന ഭാഗമാണിത്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന പാറയിൽ കൂടി കയറി വന്ന് ആ പാറ മുകളിലെത്താൻ പറ്റും, ആ പാറയുടെ മുകളിലെത്താൻ പറ്റും. ഇതാണ് തടാകം, വലിയൊരു തടാകമാണ്. ഈ തടാകത്തിലേക്ക് ഇറങ്ങാനുള്ള വഴി ഞാൻ നോക്കി, പക്ഷേ കണ്ടില്ല, വഴി അവിടെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ ആ വാറങ്കൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ വലിയൊരു സ്റ്റേഷനൊക്കെ തന്നെയാണ്. എന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ മനസ്സിലായി, കാരണം ഒരു കാർഷിക പ്രദേശമാണെന്ന്. കാരണം മുഴുവൻ കടകളിലും ധാന്യങ്ങളുടെ കടകളാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. അപ്പോൾ മനസ്സിലായി ഒരു കാർഷിക പ്രദേശമാണെന്നുള്ള കാര്യം. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റി. ഇതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ക്ഷേത്രത്തിലെത്തി. അകത്തേക്ക് ഇനി വീഡിയോസ് അലൗഡല്ല. അങ്ങനെ ക്ഷേത്രത്തിൽ ഞാൻ വീഡിയോസ് ഓഫ് ചെയ്യുകയാണ്. അമ്മയെ ക്യൂ നിൽക്കണം. അമ്മയെ കണ്ട് തൊഴാൻ പറ്റി, വലിയ ഭാഗ്യമായി കരുതുന്നു. ആ ഒരു വിഗ്രഹത്തിൻ്റെ
ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ ഇടാം. പക്ഷേ അതുപോലൊന്നുമല്ല അവിടുത്തെ, ഇത് ഗൂഗിളിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. പക്ഷേ അതുപോലൊന്നുമല്ല അമ്മയുടെ രൂപം. വളരെ മനോഹരമായ അമ്മയുടെ രൂപം അത് കാണാൻ സാധിച്ചു. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് അമ്മയുടെ ആ വലിയ രൂപം. അത് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു.